അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2.5 മണിക്കൂറാണ് ടൈമുള്ളത്. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. 6 പ്രവർത്തനങ്ങളാണ് ഇപ്രാവശ്യം ഉള്ളത്. ഇത്തവണ 6 പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും 5 മാർക്ക് വീതമാണ്. ചോയ്സ് ആയിട്ട് AB ചോദ്യങ്ങളിലെ 2 വീതം പ്രവർത്തനങ്ങളിലെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം, അൽ ബയാന, ഒരു വിവരണം, ബിമുസാഅദത്തി, സഹായത്തോടെ, അന്നിക്കാത്തി, ഹിൻസുകളുടെ സഹായത്തോടു കൂടി ഒരു ബയാൻ തയ്യാറാക്കണം. ഇവിടെ ഏതാനും ഹിൻസുകൾ കൊടുത്തിട്ടുണ്ട്. മനാറത്തു കുത്തുബ്, കുത്തുബ് മിനാർ, വിജ്ഹത്തുൻ സിയാഹിയത്തുൻ ഫിൽ ഹിന്ദി. വിജ്ഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ, സന്ദർശന സ്ഥലം. സിയാഹിയത്തുൻ പറഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ ടൂറിസ്റ്റ് സന്ദർശന സ്ഥലം. ഡൽഹി, അതുപോലെ കുതുബുദ്ദീൻ ഐബക്, ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് വേണം ബയാൻ തയ്യാറാക്കാൻ. നമുക്കവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കുത്തുബ് മിനാറിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബയാൻ തയ്യാറാക്കണം. എങ്ങനെ എഴുതാം? ആദിഹി മനാറത്തു കുത്തുബിൻ, ഇത് കുത്തുബ് മിനാറാണ്. ഹിയ, അത് വിജ്ഹത്തുൻ സിയാഹിയത്തുൻ, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. തഖഉ, അത് സ്ഥിതി ചെയ്യുന്നു. ഫി ഡൽഹി, ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബനാഹു, ഇതിനെ നിർമ്മിച്ചത് അസുൽത്താൻ കുതുബുദ്ദീൻ ഐബക്, കുതുബുദ്ദീൻ ഐബക് ആണ് ഇത് നിർമ്മിച്ചത്. യസൂറുഹ, ഇതിനെ സന്ദർശിക്കുന്നുണ്ട്. കസീറുൻ, ധാരാളം. മിനസ്സയ്യാഹീൻ, ടൂറിസ്റ്റുകളിൽ നിന്നും ധാരാളം പേര് ഇത് സന്ദർശിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഔ എന്നിട്ടിട്ടുണ്ട്. അതായത് എയിലെ പ്രവർത്തനം എഴുതാൻ അറിയാത്തവർക്ക് ബി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ബിയിൽ എന്താണെന്ന് നോക്കൂ. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം, മുദക്കിറത്തൻ, ഒരു കുറിപ്പ്, അരിയഹിലത്തി, യാത്ര, ഇലൽ ഖറിയത്തി, ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ബിമുസാഅദത്തി സുവരി, പിക്ചേഴ്സുകളുടെ സഹായത്തോടെ, വൽ അഫ്ആലി, ഫിയലുകളുടെയും അതുപോലെ തന്നെ ചിത്രങ്ങളുടെയും സഹായത്തോടു കൂടി ഗ്രാമത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഇവിടെ എന്തൊക്കെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കൂ. നമുക്ക് ഹക്കില് പാഠം കാണാം. കുട്ടികൾ എൽ അബൂന, കളിക്കുന്നത് കാണാം. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? യുസ്ബിഹു, നീന്തുന്നതായിട്ട് ഒരു കുട്ടിയെ കാണാം. അതുപോലെ തന്നെ സയ്യാറത്ത്, കാറ് കാണുന്നുണ്ട്. കുറച്ചു കുട്ടികൾ ഇരുന്നു കൊണ്ട് കോഫി കുടിക്കാൻ ഇരിക്കുന്നതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കുറച്ച് ഫിയലുകൾ കൊടുത്തിട്ടുണ്ട്. റഅയ്തു, ഞാൻ കണ്ടു. സബഹ്തു, ഞാൻ നീന്തി. ശരിബത്തു, ഞാൻ കുടിച്ചു. ലഇബ്തു, ഞാൻ കളിച്ചു. ഷാഹദത്തു, ഞാൻ കണ്ടു. പിക്ചേഴ്സിന്റെയും ഫിയലുകളുടെയും സഹായത്തോടു കൂടി വേണം മുദക്കിറ, കുറിപ്പ് തയ്യാറാക്കാൻ. എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. റഹബത്തു, ഞാൻ പോയി. മഅ അസ്തിക, ഈ എന്റെ കൂട്ടുകാരോടൊപ്പം. ഇല ഖറിയത്തിൻ ജമീലത്തിൻ, ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലേക്ക്. റഅയ്തു, ഞാൻ കണ്ടു. ഫിഹ, അവിടെ. ഹഖ്ലൻ വാസിഅൻ, ഹഖ്ല്, വയല്. വാസിഅൻ, വിശാലമായ ഒരു പാടം കണ്ടു. ഷാഹദത്തു, ഞാൻ കണ്ടു. അൽ മുസാരിഈന, കൃഷിക്കാരെ. യഅമലൂന, അവർ ജോലി ചെയ്യുന്നു. ഫിൽ ഹഖ്ലി, ആ വയലില്, ആ പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകരെയും ഞാൻ കണ്ടു. വകാന ഹുനാക, അവിടെയുണ്ടായിരുന്നു. മൽഅബുൻ, കളിസ്ഥലം. ഫിൽ ഖറിയത്തി, ആ ഗ്രാമത്തിലെ ഒരു കളിസ്ഥലം ഉണ്ടായിരുന്നു. ലഇബ്ന, ഞങ്ങൾ കളിച്ചു. ഫീഹി, അവിടെ. ഖുറത്തൽ ഖദമി, ഫുട്ബോൾ, ഞങ്ങൾ കളിച്ചു. ബഅദൽ ലഅബി, കളിക്ക് ശേഷം. സബഹ്ന, ഞങ്ങൾ നീന്തി. ഫിൽ ജദ്വലി, അരുവിയില് ഞങ്ങൾ
നീന്തി. സുമ പിന്നീട്, ശരിബിന ഞങ്ങൾ കുടിച്ചു, അൽ ഖഹ്വത കോഫി കുടിച്ചു, മിനൽ മഖ്ഹ കോഫി ഷോപ്പിൽ നിന്നും, വഫിൽ മസാഇ വൈകുന്നേരം, റക്കിബ്ന ഞങ്ങൾ കയറി, അസ്സയ്യാറത്ത കാറില് ഞങ്ങൾ കയറി, വറജഅന ഞങ്ങൾ മടങ്ങി, ഫി ബുയൂത്തിന ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ മടങ്ങി. ഇതുപോലെ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി പഠിക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം, നിഖ്റഉ നമുക്ക് വായിക്കാം, അൽ ബയാന ഒരു വിവരണം, വനുജീബു നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം, ഹസബൽ ഇർഷാദാത്തി ഹസബ അനുസരിച്ച്, ഇർഷാദാത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം. താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അവ വായിച്ചിട്ട് അവക്കനുയോജ്യമായ ഉത്തരം ആ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തണം. സാഫറ ഷമീലുൻ ഷമീല് യാത്ര ചെയ്തു, ഉസ്രത്തിഹി അവന്റെ ഫാമിലിയോട് കൂടി, ഇല മിസ്രിലേക്ക്. സാഫറ യാത്ര പോയി, ഷമീലുൻ ഷമീലും, വ ഉസ്രത്തിഹി അവന്റെ ഫാമിലിയും, ഇല മിസ്രിലേക്ക് യാത്ര പോയി. കാന ഫരിഹൻ ജിദ്ദൻ ആ യാത്ര വളരെ ഫരിഹൻ സന്തോഷകരമായിരുന്നു, ജിദ്ദൻ വളരെയധികം സന്തോഷകരമായ യാത്രയായിരുന്നു അത്. ഷാറ അനുഭവപ്പെട്ടു, അന്നദാലിക സ്വബാഹ ആ രാവിലെ ആ യാത്രയിലെ രാവിലെ അനുഭവപ്പെട്ടു, അക്സറ ജമാലൻ വളരെയധികം ജമാൽ ഭംഗിയുള്ളതായി തോന്നി. ലിയന്നഹു അതിന് കാരണം, അവ്വലു മറത്തിൻ ആദ്യ തവണയാണ്, യുസാഫിറു അവൻ യാത്ര പോകുന്നത്, ഫിത്തോഇറത്തി പ്ലെയിനില് വിമാനത്തിലൂടെയുള്ള യാത്ര ആദ്യമായത് കൊണ്ട് അവന് അന്നത്തെ സ്വബാഹ് രാവിലെ വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു. തോറത്ത് പറന്നു, ഇറത്തു വിമാനം, ഫൗക്കൽ ജിബാലി പർവ്വതങ്ങൾക്ക് മുകളിലൂടെയും, വൽ അൻഹാരി നദികൾക്കു മുകളിലൂടെയും, വൽ ഓബാത്തി കാടുകൾക്കും, വൽ ബിഹാരി സമുദ്രങ്ങൾക്കും കാടുകൾക്കും പുഴകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലൂടെ വിമാനം പറന്നു. ഹബത്തത്തിത്തോ ഇറത്തു വിമാനം ലാൻഡ് ചെയ്തു, വന്നിറങ്ങി. ഫീമത്തോരിൽ കാഹിറ കെയ്റോ എയർപോർട്ടിൽ. തഹബൂ അവർ പോയി, ഇലൽ ഫുന്ദുക്കി ഹോട്ടലിലേക്ക്, ഫീ സയ്യാറത്തിൽ ഹുജ്റത്തി ഒരു ടാക്സിയിൽ, വഹജസ ബുക്ക് ചെയ്തു റിസർവ് ചെയ്തു, ലഹും അവർക്ക് വേണ്ടിയിട്ട്, അൽ മുവല്ലഫു ഉദ്യോഗസ്ഥൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന് ബുക്ക് ചെയ്തു, ഉർഫത്തൽ ആഇലത്തി ഫാമിലി റൂം, ഫിദ്ദൗരിൽ ഖാമിസി ദൗർ നില, ഖാമിസ് അഞ്ചാം നിലയിലെ ഒരു ഫാമിലി റൂം ഉദ്യോഗസ്ഥൻ അവർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നുജീബു നമുക്ക് ഉത്തരം നൽകാം, അനിസ്സുആലി താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൈഫ എങ്ങനെയാണ്, ദഹബ ഷമീൽ പോയത്, ഇലൽ ഫുന്ദുക്കി ഹോട്ടലിലേക്ക്. എങ്ങനെയാണ് ഷമീൽ ഹോട്ടലിലേക്ക് പോയത്? ദഹബ ഷമീൽ ഇലൽ ഫുന്ദുക്കി ഫീ സയ്യാറത്തിൽ ഹുജ്റത്തി ടാക്സിയിലാണ് പോയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷാറ ഷമീലിന് തോന്നി, അന്നദാലിക സ്വബാഹ നിശ്ചയം ആ പ്രഭാതം, അക്സറ ജമാലൻ വളരെയധികം ഭംഗിയുള്ളതായിട്ട് തോന്നി. ലിമാദ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഷമീലിന് ആ പ്രഭാതം ഭംഗിയുള്ളതായി തോന്നിയത്? ആൻസർ എന്താണ്? ഷഅറ ഷമീലിനെ അനുഭവപ്പെട്ടു, തോന്നി. അന്നദാലിക സ്വബാഹ അക്സറ ജമാലൻ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് ആ പ്രഭാതം തോന്നി. അന്നഹു അതിന് കാരണം, അവ്വലു മറത്തിൻ ആദ്യ തവണയാണ്, യുസാഫിറു അവൻ യാത്ര പോകുന്നത്, ഫിത്തോഇറത്തി പ്ലെയിനിൽ അതുകൊണ്ടാണ് അവന് അത് വളരെയധികം ഭംഗിയുള്ളതായിട്ട് ആ പ്രഭാതത്തെ തോന്നിയത്. അടുത്തത് നഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, അൽ ജവാബ് സ്വഹീഹ ശരിയായിട്ടുള്ള ജവാബ് ഉത്തരം, മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐന എവിടെയാണ്, ഹബത്തത്തിത്തോ ഇറത്തു പ്ലെയിന് വന്നിറങ്ങിയത്,
ഫിൽ മത്തോരി എയർപോർട്ടിലാണോ, ഫി മൗക്കിഫിൽ ഹാഫില ബസ് സ്റ്റോപ്പിലാണോ, ഫിൽ മീന ഈ തുറമുഖത്താണോ. ആൻസർ ഫിൽ മത്തോരി എയർപോർട്ടിലാണ്. അടുത്തത് ജീമ്. നെക്തഷിഫു നമുക്ക് കണ്ടെത്താം, മിനന്നസി ടെക്സ്റ്റിൽ നിന്നും മുകളിൽ കൊടുത്ത പാരഗ്രാഫിൽ നിന്നും നമുക്ക് കണ്ടെത്തണം. അൽ ജുമുഅ ജംഉകളെ ബഹുവചനങ്ങളെ ലിൽ കലിമാത്തി താലിയ താഴെ കൊടുത്തിട്ടുള്ള വേർഡ്സുകൾക്ക് അനുയോജ്യമായ ബഹുവചനം കണ്ടെത്തണം. ജബലുൻ പർവ്വതം, ജബലിന്റെ ജമ്മാണ് ജിബാലുൻ. ഓബത്തുൻ കാട്, ഓബത്തുൻ ജംഅ് ഓബാത്തുൻ കാടുകള്. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നുഖ്മിലു നമുക്ക് ഫില്ല് ചെയ്യാം. അൽ ഹിവാറ കോൺവെർസേഷനെ ഫില്ല് ചെയ്യാം. റഹബ ഫുആദുൻ ഫുആദ് പോയി, മഅ ഉമ്മിഹി അവന്റെ ഉമ്മയുടെ കൂടെയും, വ അഖീഹി അവന്റെ ബ്രദറിന്റെയും അവന്റെ ഉമ്മയുടെയും കൂടെ ഫുആദ് പോയി. ഇല മക്കത്ത മക്കയിലേക്ക്, ലി അദാ ഇൽ ഉംറ ഉംറ നിർവഹിക്കാൻ വേണ്ടി. ലക്കിയ ഫുആദുൻ ഫുആദ് കണ്ടുമുട്ടി ഷെയ്ഖൻ സുഊദിയൻ സൗദിയക്കാരനായ ഒരു ഷെയ്ഖിനെ അവിടെ വെച്ചിട്ട് ഫുആദ് കണ്ടുമുട്ടി. ഫജറ അപ്പോൾ നടന്നു, ബൈനഹുമാ അവർ രണ്ടു പേർക്കും ഇടയില് ഹിവാറുൻ ഒരു കോൺവെർസേഷൻ നടന്നു. വിട്ടുപോയ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യണം. എങ്ങനെ എഴുതാം? ഫുആദ് പറയുകയാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് വ അലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹ് സലാം മടക്കി. എന്നിട്ട് ആ ഷെയ്ഖ് ചോദിക്കുകയാണ് മസ്മുക എന്താണ് നിന്റെ പേര്? ഫുആദ് പറയുകയാണ് അന ഫുആദുൻ ഞാൻ എന്റെ പേര് ഫുആദ് എന്നാണ്. അൻത നിങ്ങളോ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. ഷെയ്ഖ് പറയുകയാണ് അന ഇംറാൻ ഇബ്നു അബ്ദുൽ ഖാദിർ എന്ന് പറയുകയാണ്. അപ്പൊ ഷെയ്ഖ് വീണ്ടും ചോദിക്കുകയാണ് അൻത ഹിന്ദിയുൻ നീ ഇന്ത്യക്കാരനാണോ? അൻത നീയാണോ താങ്കളാണോ ഹിന്ദിയുൻ ഇന്ത്യക്കാരനാണോ? ഫുആദ് പറയുകയാണ് നാം അതെ അന ഹിന്ദിയുൻ ഞാൻ ഇന്ത്യക്കാരനാണ്. വ അൻത നിങ്ങളോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഷെയ്ഖ് പറയുകയാണ് അന സൗദിയുൻ ഞാൻ സൗദിയക്കാരനാണ് എന്ന് അവിടെ ചേർത്ത് കൊടുക്കണം. അന സൗദിയുൻ. അയിന അൻത ഫിൽ ഹിന്ദി നീ ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ആ ഷെയ്ഖ് ചോദിക്കുകയാണ്. ഫുആദ് പറയുകയാണ് അനമിൻ വിലായത്തി കേരള കേരള സ്റ്റേറ്റിലാണ് ഞാനുള്ളത് എന്ന് പറയുകയാണ്. അപ്പൊ ഷെയ്ഖ് വീണ്ടും പറയുകയാണ് ലഖദ് സുർതു തീർച്ചയായിട്ടും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് കേരളം ഫിസനത്തിൽ മാലിയ കഴിഞ്ഞ സനത്ത് വർഷത്തില് കഴിഞ്ഞ വർഷം ഞാൻ കേരളം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ഷെയ്ഖ് പറഞ്ഞു. അപ്പൊ ഫുആദ് ചോദിക്കുകയാണ് കൈഫ എങ്ങനെയാണ് വിലായത്തുന ഞങ്ങളുടെ സ്റ്റേറ്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഷെയ്ഖ് അവിടെ പറയുകയാണ് വിലായത്തുക്കും നിങ്ങളുടെ സ്റ്റേറ്റ് ജമീലത്തുൻ വളരെ ഭംഗിയുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഷെയ്ഖ് ചോദിക്കുകയാണ് ഹൽ സുർത്ത നീ സന്ദർശിച്ചിട്ടുണ്ടോ? വിജ്ഹാത്തി സിയാഹിയ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നീ സന്ദർശിച്ചിട്ടുണ്ടോ? ഫുആദ് പറയുകയാണ് നാം അതെ സുർത്തോ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. വിജ്ഹാത്ത് സിയാഹിയ കസീറൻ ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അന മസ്റൂറുൻ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ബിലിക്ക ഇക്ക താങ്കളെ കണ്ടുമുട്ടിയതിൽ. അപ്പൊ ഷെയ്ഖ് പറയുകയാണ് അന ഐലൻ ഞാനും മസ്റൂറുൻ ബിലിക്ക ഇക്ക താങ്കളെ കണ്ടുമുട്ടിയതിൽ എനിക്കും വളരെ സന്തോഷം എന്ന് പറയുകയാണ്. അപ്പൊ ഫുആദ് പറയുകയാണ് ഇലല്ലിക്ക ഈ വീണ്ടും കാണാം. ഷെയ്ഖ് തിരിച്ചു പറയുകയാണ് അമാനില്ല അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ. ഇതോടുകൂടി കോൺവെർസേഷൻ അവസാനിച്ചു. നിങ്ങൾ ഇതുപോലെയുള്ള കോൺവെർസേഷനുകൾ തയ്യാറാക്കി പഠിക്കണം. ഇതുപോലെയുള്ള കോൺവെർസേഷൻ എക്സാമിന് വരുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. നാലാമത്തെ പ്രവർത്തനം നിഖ്റഉ നമുക്ക് വായിക്കാം. അൽ മൻലൂമ ഈ പോയം നമുക്ക് വായിക്കാം. വനുജീബു നമുക്ക് ഉത്തരം നൽകാം. ഹസ്ബൽ ഇർഷാദാത്തി ഹസ്ബ അനുസരിച്ച് ഇർഷാദാത്തി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം. താഴെ കൊടുത്ത പോയം ടെക്സ്റ്റിലുള്ളതാണ്. നോക്കൂ. ഹസൂബുൻ കമ്പ്യൂട്ടർ സയ്യനലി എനിക്ക് ഭംഗിയാക്കി തന്നു. ബൈത്തി എന്റെ വീട്. യുർഷിദുനി എന്നെ നയിച്ചു. യഹ്ഫളു ലി വഖ്തി എന്റെ സമയം സംരക്ഷിക്കുന്നതായി എനിക്ക് സമയം ലാഭിച്ചു തന്നു. യൻകുലുനി എന്നെ
നീക്കി എന്നെ കൊണ്ടുപോയി നെഹ്വൽ ബുൽദാൻ, നെഹ്വ നേരെ ബുൽദാൻ രാജ്യങ്ങളിലേക്ക്, പല വിദൂര സ്ഥലങ്ങളിലേക്കും നാടുകളിലേക്കും എന്നെ കൊണ്ടുപോയി, രാജ്യങ്ങളിലേക്കും എന്നെ കൊണ്ടുപോയി. യുദ്ഖിലുനി എന്നെ പ്രവേശിപ്പിച്ചു, ജിസ്മൽ ഇൻസാൻ ജിസ്മ് ശരീരം, ഇൻസാൻ മനുഷ്യ ശരീരങ്ങളിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചു. എനിക്ക് മനുഷ്യ ശരീരത്തിൻ പ്രത്യേകതകളെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. യഖ്റഉലീക്കുന്നതായി ലി എനിക്ക് വേണ്ടിയിട്ട് വായിച്ചു തരുന്നു. കിസസൽ അജ്ദാദി, കിസസ് കഥകള്, കിസ്വത്തിന്റെ ജമ്മാണ് കിസ്വസ് കഥകള്, അജ്ദാദ് പൂർവികരുടെ, ജദ് അജ്ദാദ് പൂർവികരുടെ കഥകള് എനിക്ക് പറഞ്ഞു തന്നു. സഫഹാത്തിൻ പേജുകളും, തെഹ്കീ കഥ പറഞ്ഞു തന്നു, അംജാദ് മഹത്വങ്ങൾ നിറഞ്ഞ കഥകൾ ഉൾക്കൊള്ളുന്ന പേജുകള് എനിക്ക് കാണിച്ചു തന്നു. യഫ്തഹു തുറന്നു തന്നു, ലി എനിക്ക്, അബ്വാബൽ മുസ്തഖ്ബലി ഭാവിയുടെ കവാടം എനിക്ക് വേണ്ടി തുറന്നു തന്നു. ലി അസീറ ഞാൻ ആയിത്തീരാൻ വേണ്ടി, മുജിദ്ദൻ പരിശ്രമശാലിയായിത്തീരാൻ വേണ്ടി, ലാ യഫ്അൽ എനിക്ക് അലസതയില്ലാതെ മടിയില്ലാതിരിക്കാൻ ഞാൻ പരിശ്രമശാലിയായിത്തീരാൻ വേണ്ടി ഭാവിയിലെ കവാടം എനിക്ക് വേണ്ടി കമ്പ്യൂട്ടർ തുറന്നു തന്നു. ഇതിൽ നിന്നും നിങ്ങൾക്കുള്ള പ്രവർത്തനം 1. നെക്തശിഫു നമുക്ക് കണ്ടെത്താം, നെക്തുബു നമുക്ക് എഴുതാം, അസ്സുതൂറ വരികളെ, അൽ മുവാഫിക യോജിച്ചതായ, ലിത്തശ്രീഹത്തി താഴെ 2 സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിന് അനുയോജ്യമായി വരുന്നത് ലൈന് കവിതയിൽ ഏതാണോ അത് താഴെ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ്, ഹാസുബു കമ്പ്യൂട്ടർ, സീനത്തു ബൈത്തി എന്റെ വീടിന്റെ അലങ്കാരമാണ്, വഹുവ അത്, യുസായിദുനി എന്നെ സഹായിക്കുന്നു, അല ഹിഫ്ലി ഔകാത്തി എന്റെ വഖത്തിന്റെ ജമ്മാണ് ഔകാത്ത് സമയങ്ങൾ, ഔകാത്തി എന്റെ സമയങ്ങളെ, ഹിഫ്ൽ സംരക്ഷിക്കാൻ, എന്റെ സമയം ലാഭിക്കാൻ എന്നെ കമ്പ്യൂട്ടർ സഹായിക്കുന്നു, എന്റെ വീടിന്റെ അലങ്കാരമാണ് കമ്പ്യൂട്ടർ. ഇതിനോട് യോജിച്ചു വരുന്ന ലൈന് കവിതയിലെ ഫസ്റ്റ് ലൈനാണ്. ഹാസൂബുൻ സയ്യനലി ബൈത്തി എന്റെ വീടിന്റെ അലങ്കാരമാണ് കമ്പ്യൂട്ടർ, യുർഷിദുനി യഹ്ഫളുലി വഖ്തി എന്റെ സമയം കമ്പ്യൂട്ടർ സംരക്ഷിക്കുന്നു. അടുത്തത് യഫ്തഹുൽ ഹാസൂബു കമ്പ്യൂട്ടർ തുറക്കുന്നു, ബാബൽ മുസ്തഖ്ബലി ഭാവിയുടെ കവാടം തുറന്നു തരുന്നു. അത് കവിതയിലെ ലാസ്റ്റ് ലൈനാണ്. യഫ്തഹുലി എനിക്ക് വേണ്ടി തുറന്നു തരുന്നു, ബാബൽ മുസ്തഖ്ബലി ഭാവിയുടെ കവാടം, ലി അസീറ ഞാൻ ആയിത്തീരാൻ, മുജിദ്ദൻ പരിശ്രമശാലിയായിത്തീരാൻ, ലാ യഫ്അൽ അലസതയില്ലാതെ പരിശ്രമശാലിയായിത്തീരാൻ വേണ്ടിയിട്ട് എനിക്ക് കമ്പ്യൂട്ടർ ഭാവിയുടെ കവാടം തുറന്നു തരുന്നു. ഇതിലെ 2ാമത്തെ പ്രവർത്തനം, നെഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, മിനൽ മൻദൂമി പോയത്തിൽ നിന്നും, അൽ കെലിമാത്തിൽ പദങ്ങളെ, കെലിമാത്ത് പദങ്ങളെ, അൽ മുതനാഇമ പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള ഒരേപോലെ വരുന്ന വേർഡ്സുകളെ നമുക്ക് താഴെ എഴുതണം. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ബൈത്തി എന്ന വേർഡ്, അതുപോലെ ബാക്കി അതേപോലെ വരുന്നത് ഏതാണോ അത് അവിടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ബൈത്തി, യുർഷിദുനി, വഖ്തി, യൻകുലുനി, യുദ്ഖിലുനി, തഹ്കി ഇവയെല്ലാം പ്രാസം ഒപ്പിച്ച് വരുന്ന വേർഡ്സുകളാണ്. അടുത്തത് 3 എന്താണ് കൊടുത്തിരിക്കുന്നത്? 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇല ഐന എവിടേക്കാണ്, യൻകുലുന നമ്മെ നീക്കുന്നത് കൊണ്ടുപോകുന്നത്, അൽ ഹാസൂബു കമ്പ്യൂട്ടർ, ഇലൽ ഖറിയത്തി ഗ്രാമത്തിലേക്കാണോ, ഇലൽ ബുൽദാൻ രാജ്യങ്ങളിലേക്കാണോ, ജിസ്മൽ ഇൻസാൻ മനുഷ്യ ശരീരത്തിലേക്കാണോ. 2ാമത്തെ ലൈനിൽ പറയുന്നുണ്ട് യൻകുലുനി നെഹ്വൽ ബുൽദാൻ. ഇവിടെ ആൻസർ ഇലൽ ബുൽദാൻ രാജ്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അടുത്ത പ്രവർത്തനം 5ാമത്തെ പ്രവർത്തനം നോക്കൂ. തെജ്രി നടക്കുന്നു, മുസാബഖത്തു മത്സരം, അൽ ഖുത്ബത്തി പ്രസംഗ മത്സരം, മുസാബഖത്തുൽ ഖുത്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസംഗ മത്സരം നടക്കുകയാണ്. ഫി മക്തബത്തിൽ ഖറിയ മക്തബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറി, ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ലൈബ്രറിയിൽ വെച്ച് ഒരു പ്രസംഗ മത്സരം നടക്കുകയാണ്. ബി കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ ലൈബ്രറിയിൽ വെച്ച് പ്രസംഗ മത്സരം
നടക്കുകയാണ്. ബിമുനാസബത്തി യോജിച്ചുകൊണ്ട്, അനുബന്ധിച്ച്, യൗമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ ലൈബ്രറിയിൽ വെച്ച് പ്രസംഗ മത്സരം നടക്കുന്നു. ഫർറജഉ അപ്പോൾ പ്രതീക്ഷിക്കുന്നു, മിനൽ മുശാരിക്കീന പങ്കെടുക്കുന്നവരിൽ നിന്നും, അത്തസ്ജീൽ രജിസ്റ്റർ ചെയ്യാൻ, കബല മുൻപായിട്ട്, ആഷിർ ഓത്തോസ് ആഗസ്റ്റ് 10 കബല പറഞ്ഞ മുൻപ്, 2025 അൽഫൈൻ ഖംസത്തും വ ഇശ്രീന മിലാദിയ ആഗസ്റ്റ് 10 മുൻപായിട്ട്. നൊയ്തു നമുക്ക് തയ്യാറാക്കാം, അൽ ഇഅ്ലാന പരസ്യം, അതിനു വേണ്ടിയിട്ട് ഒരു പരസ്യം തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കൂ. ഫസ്റ്റ് നോക്കൂ, തസുറു സന്തോഷിക്കുന്നു, മക്തബത്തുൽ ഖറിയ ഗ്രാമത്തിലെ ലൈബ്രറി സന്തോഷിക്കുകയാണ്, ബി കണ്ണൂർ കണ്ണൂരിലുള്ള ഇഅ്ലാൻ പരസ്യം നൽകിക്കൊണ്ട്. പിന്നെ ഡേഷാണ് ഇട്ടിരിക്കുന്നത്. എന്താണ് പരസ്യം? മുസാബഖത്തുൽ ഖുത്ബ എന്നവിടെ ചേർത്ത് കൊടുക്കണം. പ്രസംഗ മത്സരം, ബിഅ്ലാനി മുസാബഖത്തുൽ ഖുത്ബ പ്രസംഗ മത്സരമാണ്, ഇഅ്ലാൻ പരസ്യം നൽകിക്കൊണ്ട്. ബിമുനാസബത്തി അനുബന്ധിച്ച്, ഡാഷ് എന്തിനോടനുബന്ധിച്ചാണ് മത്സരം നടക്കുന്നത്? യൗമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്. അതവിടെ ചേർത്ത് കൊടുക്കുക. ഫർറജഉ അപ്പോൾ പ്രതീക്ഷിക്കുന്നു, മിനൽ മുശാരിക്കീന പങ്കെടുക്കുന്നവരിൽ നിന്നും, അത്തസ്ജീലു രജിസ്റ്റർ ചെയ്യാൻ, അബറ മുഖേന, മൗഖിഇ വെബ്സൈറ്റ്, അൽ മക്തബത്ത് മക്തബത്ത് എന്ന് പറഞ്ഞാൽ ലൈബ്രറി, മൗഖ്യ വെബ്സൈറ്റ് ലൈബ്രറിയുടെ വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യാൻ പങ്കെടുക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. ഫി അഖ്റബി വക്തിൻ ഏറ്റവും അടുത്ത സമയം, മുംകിൻ സൗകര്യപ്രദമായിട്ടുള്ള ഏറ്റവും അടുത്ത സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. താരീഖു ഡേറ്റ്, നിഹായത്തി തസ്ജീൽ നിഹായത്ത് അവസാന ഡേറ്റ്, തസ്ജീൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിന്റെ അവസാന ഡേറ്റ് ആയിട്ട് അവിടെ എന്ത് കൊടുക്കാം? 8/8/2025 എന്ന് കൊടുക്കാം. തസ്ജീൽ മൗഖ്യ വെബ്സൈറ്റ്, തസ്ജീൽ രജിസ്ട്രേഷൻ വെബ്സൈറ്റ്, മൗഖ്യ ഉൽ മക്തബ് ലൈബ്രറി വെബ്സൈറ്റ്. താരീഖുൽ ബർനാമിജി പ്രോഗ്രാമിന്റെ താരീഖ് ഡേറ്റ്, ബർനാമിജ് പ്രോഗ്രാമിന്റെ ഡേറ്റ് എന്നാണ്. ഈ പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ആഗസ്റ്റ് 15 അനുബന്ധിച്ചാണ് ഈ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 15/8/2025 എന്ന് കൊടുക്കാം. ഇതുപോലെ നിങ്ങളും ഇഅ്ലാൻ പരസ്യം തയ്യാറാക്കി നോക്കണം. എക്സാമിന് വരുന്ന പ്രവർത്തനമാണ്. 6ാമത്തെ പ്രവർത്തനം നോക്കൂ. എ പ്രവർത്തനം, നുഖ്മിലു നമുക്ക് ഫില്ല് ചെയ്യാം, അൽ ഇസ്തിമാറത്ത ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാം, അത്തസ്ജീലി രജിസ്ട്രേഷൻ ഫോം, അർറഖ്മി ഡിജിറ്റൽ രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാം, ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാം. നോക്കൂ, തജ്രി നടക്കുന്നു, മുസാബഖത്തു മത്സരം, ഇൻഷാദിൽ മൻലൂമി കവിതാലാപന മത്സരം നടക്കുകയാണ്. ബിമുനാസബത്തി അനുബന്ധിച്ച്, യൗമിൽ ബിഅ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കവിതാലാപന മത്സരം നടക്കുകയാണ്. തെഹ്ത കീഴിൽ, ഇഷ്റാഫി മേൽനോട്ടത്തിലായിട്ട്, അൽ മജ്ലിസുൽ കറവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമസഭയുടെ കീഴിലായിട്ട് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പോയാലാപന മത്സരം നടക്കുന്നു. നുഖ്മിലു നമുക്ക് ഫില്ല് ചെയ്യാം, ഇസ്തിമാറത്ത തസ്ജീലി താഴെയുള്ള രജിസ്ട്രേഷൻ ഫോം നമുക്ക് ബയോഡാറ്റയെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇസ്തിമാറ ബയോഡാറ്റ ഫോമിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? അൽ ഇസ്മുൽ കാമിലി പങ്കെടുക്കുന്ന ആളുടെ പേര് കൊടുക്കണം. അവിടെ ഒരു പേര് കൊടുക്കുക, റാഷിദ. ഇസ്മുൽ മദ്രസ സ്കൂളിന്റെ പേര് അവിടെ കൊടുക്കണം, മദ്രസത്തുൽ ഹുക്കൂമത്തി തിരൂർ. ഏതെങ്കിലും ഒരു മദ്രസയുടെ സ്കൂളിന്റെ പേര് കൊടുക്കുക. അൽ ജിൻസു ജെൻഡർ, ആണാണെങ്കിൽ ദക്കർ, പെണ്ണാണെങ്കിൽ ഉൻസ എന്ന് ചേർത്ത് കൊടുക്കണം. അസ്സൊഫു ക്ലാസ്, അസ്സൊഫു സാദിസ് 6ാം ക്ലാസ് ആണ്.
താരിഖുൽ വിലാദ, താരിഖ് ഡേറ്റ്, വിലാദ ജനന ഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക. 6/4/2024. അൽ ഉൻവാനു അഡ്രസ്, അഡ്രസ് അവിടെ ചേർത്ത് കൊടുക്കണം. ദാറുൽ ഹിക്മ തിരൂർ, ഏതെങ്കിലും ഒരു അഡ്രസ് അവിടെ കൊടുക്കുക. റഖ്മുത്തവാസുലി, കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അവിടെ കൊടുക്കണം. അത്തഖ്ദീമു, തഖ്ദീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ്, എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ബാ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. നെസിലു നമുക്ക് ചേർക്കാം. ബൈനൽ അമൂദൈൻ, ചേരുംപടി നമുക്ക് ചേർക്കാം. ഒന്നിനും യോജിച്ചത് ഓരോന്നിന്റെയും നേരെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ആദ്യം അർത്ഥം നോക്കാം. അസ്സബാഹു, രാവിലെ. അൽ ഹിന്ദു, ഇന്ത്യ. അൽ ഔലാദു, ആൺകുട്ടികള്. അൽ മിർവഹത്ത്, ഫാൻ. ഓപ്പോസിറ്റ് സൈഡില് യൽ അബൂന, അവർ കളിക്കുന്നു. അൽ കഹ്റുബാഉ, വൈദ്യുതി. കാറത്തു ആസിയ, ഏഷ്യ ഭൂഖണ്ഡം. അൽ ഫതൂർ, ബ്രേക്ക്ഫാസ്റ്റ്. ഈ വേർഡ്സുകളോട് യോജിച്ചു വരുന്നത് ഏതാണോ അത് അതിന്റെ നേരെ ചേർത്ത് കൊടുക്കണം. അസ്വബാഹു, രാവിലെ എന്നതിനോട് യോജിച്ചു വരുന്നത് അൽ ഫതൂർ, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അൽ ഹിന്ദു, ഇന്ത്യക്ക് യോജിച്ചു വരുന്നത് കാറത്തു ആസിയ, ഏഷ്യ ഭൂഖണ്ഡം. അപ്പൊ അതിന്റെ നേരെ ചേർത്ത് കൊടുക്കുക. അൽ ഔലാദു, ആൺകുട്ടികള്. യൽ അബൂന എന്നതാണ് യോജിച്ചു വരുന്നത്, അവർ കളിക്കുന്നു. അൽ മിർവഹത്തു, ഫാൻ, ഫാനുമായിട്ട് യോജിച്ചു വരുന്നത് അൽ കഹ്റുബാഉ, വൈദ്യുതിയാണ്. അപ്പൊ അതിന്റെ നേരെ ചേർത്ത് കൊടുക്കുക. അവിടെ ക്യാഫിന് ലൊമ്മാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റിക്കൊടുത്തതാണ്. മുകളിൽ പറഞ്ഞ പ്രവർത്തനം ചെയ്യാൻ അറിയാത്തവർക്ക് ബി പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. നഖ്റഉ, നമുക്ക് വായിക്കാം. അൽ ഫിക്റത, പാരഗ്രാഫ്. താഴെ കൊടുത്ത പാരഗ്രാഫ് നമുക്ക് വായിക്കാം. നുജീബു, നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം. നുക്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. അൽ ഫിക്റത, ഈ പാരഗ്രാഫ്. ബി മുസാഅദത്തി, സഹായത്തോടെ. അൽ കലിമാത്തി, പദങ്ങളുടെ. ഫിൽ മുറബ്ബഇ, മുറബ്ബഇൽ കൊടുത്തിട്ടുള്ള, ചതുരത്തിൽ കൊടുത്തിട്ടുള്ള വേർഡ്സുകളുടെ സഹായത്തോടു കൂടി ഈ ഫിക്രയെ നമുക്ക് ഫില്ല് ചെയ്യാം. അത്തബ്ദീലാത്തി, മാറ്റങ്ങളോട് കൂടി. അല്ലാസിമ, അനിവാര്യമായ മാറ്റങ്ങൾ അതിൽ വരുത്തിക്കൊണ്ട് വേണം ഈ ഫിക്ര ഫില്ല് ചെയ്യാൻ. നോക്കൂ, ബ്രാക്കറ്റിൽ ഇട്ടതെല്ലാം ഫിയലാണ്. അതിൽ സെന്റൻസിനനുസരിച്ച് മാറ്റം വരുത്തി വേണം എഴുതാന്. ആതിഫുൻ വ ഉമ്മുഹു, അവന്റെ ഉമ്മയും. വ അബൂഹു, അവന്റെ ഉപ്പയും. 3 പേരും. ബ്രാക്കറ്റിൽ റക്കിബ എന്ന വേർഡാണ്. റക്കിബ എന്ന് പറഞ്ഞാൽ അവൻ കയറി എന്നാണ്. അവർ എന്നാക്കണമെങ്കിൽ അവിടെ ജംഅ് എഴുതണം. റക്കിബു, വാവും അലിഫും ചേർത്ത് കൊടുക്കണം. റക്കിബ, റക്കിബ, റക്കിബു എന്നാണ് വരിക. അവർ കയറി. അസയ്യാറത്ത, കാറിൽ കയറി. ലിദ്ദിഹാബി, പോവാൻ വേണ്ടിയിട്ട്. ഇല മഹല്ലിൽ അക്മിഷ, മഹല്ലുൽ അക്മിഷ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ്. ടെക്സ്റ്റൈൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ ആതിഫും അവന്റെ ഉമ്മയും ഉപ്പയും കയറി. എന്നിട്ട് അവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. വസ്വല എന്ന ഫ്യോയിലാണ് ബ്രാക്കറ്റിലുള്ളത്. ഫിൽ മഹല്ലി, മഹല്ലിൽ. ബഅദ-ളുഹ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ശേഷം. ബഅദ പറഞ്ഞാൽ ശേഷം. വസ്വല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ്, എത്തിച്ചേർന്നു. അവർ എത്തിച്ചേർന്നു എന്ന് ചേർക്കണം. വസ്വല, വസ്വല. വസ്വലു എന്ന് ചേർത്ത് കൊടുക്കുക. വസ്വലു, അവർ എത്തിച്ചേർന്നു. ഫിൽ മഹല്ലി ബഅദ-ളുഹ്രി. അടുത്തത് വഡേഷ് തനാവല. തനാവല പറഞ്ഞ അവൻ കഴിച്ചു. അൽ അദാ എന്ന് പറഞ്ഞാൽ ലഞ്ച്. മഅൻ, ഒന്നിച്ച്. അവിടെ അവർ കഴിച്ചു എന്നാക്കണം. തനാവലു. പിന്നെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. ഇഷ്തറ, അവൻ വാങ്ങി. അൽ മലാബിസ, ഡ്രസ്സുകള്. അവിടെ അവർ വാങ്ങി എന്നാക്കണം. ഇഷ്തറൗ എന്നാണ് വരിക. ഇഷ്തറൗ അൽ മലാബിസ, അവർ വാങ്ങി ഡ്രസ്സുകള്. വഡേഷ്, വ എന്നർത്ഥമാണ്. ഷെരിബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചു. അൽ അസ്വീറ, ജ്യൂസ്. ഷെരിബ, അവൻ കുടിച്ചു. അവർ കുടിച്ചു എന്നാക്കണമെങ്കിൽ ഷെരിബു. വാവും അലിഫും ചേർത്ത് കൊടുക്കുക. ഷെരിബ, ഷെരിബ, ഷെരിബു. അൽ അസീറ, ജ്യൂസ്. വഡേഷ്, റജഅ, അവൻ മടങ്ങി.
ഇലൽ ബൈത്തി മസാഅൻ വൈകുന്നേരം വീട്ടിലേക്ക്. അവൻ മടങ്ങി എന്നത് അവർ മടങ്ങി എന്നാക്കണം. റജഉ എന്ന് ചേർത്ത് കൊടുക്കുക. അവർ മടങ്ങി. റജഉ ഇലൽ ബൈത്തി മസാഅൻ. ബ പ്രവർത്തനം നോക്കാം. മുനീറുൻ വലതുൻ മാഹിറുൻ. മുനീർ വലതുൻ ഒരു ആൺകുട്ടിയാണ്. മാഹിറുൻ നിപുണനായിട്ടുള്ള കുട്ടിയാണ് മുനീർ. യൗമൻ ഒരു ദിവസം. ദഹബ അവൻ പോയി. അഖീഹി അവന്റെ സഹോദരന്റെ കൂടെ. ഇല ഊട്ടിയിലേക്ക്. റഅ അവൻ കണ്ടു. സ്വദീഖഹു അവന്റെ കൂട്ടുകാരനെ. ജമാൽ എന്ന അവന്റെ ഫ്രണ്ടിനെ മുനീർ കണ്ടു. ഷഹദു അവർ കണ്ടു. മനാളിറ ജദ്ദാബത്തൻ മനാളിർ കാഴ്ചകള്. ജദ്ദാബത്തൻ ആകർഷണീയമായ കാഴ്ചകള് ഊട്ടിയില് അവർ കണ്ടു. ലഇബു അവർ കളിച്ചു. ഖുറത്തൽ ഖദമ ഫുട്ബോൾ. ഫിൽ മൈദാനി ഗ്രൗണ്ടില് അവിടെയുള്ള ഗ്രൗണ്ടില് അവർ ഫുട്ബോൾ കളിച്ചു. ശരിബു അവർ കുടിച്ചു. അൽ അസ്ഫീറ ജ്യൂസ് മഅൻ ഒന്നിച്ച്. വറജഉ അവർ മടങ്ങുകയും ചെയ്തു. മസാഅൻ വൈകുന്നേരം. ഇവിടെ നുമയ്യിസു നമുക്ക് വേർതിരിക്കാം. അൽ അഫ്ആല ഫിഅലുകളെ. ലിളമാഇരി ലൊമീറുകളുടെ ഫിഅലുകളെ നമുക്ക് വേർതിരിക്കണം. നാമത്തിനെ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഇസ്മാണ് ലൊമീർ. ഇവിടെ ലൊമാഇറുകൾ രണ്ട് ലൊമീറുകൾ കൊടുത്തിട്ടുണ്ട്. ഹുവ അവൻ, ഹും അവർ. ഹുവ എന്നത് മുഫ്രദും മുദക്കർ പുല്ലിംഗവുമാണ്. ഹും അവർ എന്നത് മുദക്കറായ ജം ആണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നും ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നുമാണ് അർത്ഥം. ഇവിടെ ദഹബ എന്ന ഫിഅൽ നോക്കൂ. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. അതിൽ ഹുവ എന്ന ലൊമീർ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദഹബ എന്ന ഫിഅൽ ഹുവയുമായിട്ടാണ് യോജിക്കുന്നത്. അടുത്തത് ഷാഹദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടു. അതിൽ ഹും എന്ന ലൊമീറാണ് മറഞ്ഞിരിക്കുന്നത്. ഷാഹദു എന്ന വേടിനോട് യോജിച്ചു വരുന്ന ലൊമീർ ഹും ആണ്. റഅ എന്ന ഫിഅൽ നോക്കൂ. റഅ പറഞ്ഞാൽ അവൻ കണ്ടു എന്നാണ് അർത്ഥം. അതിൽ ഹുവ എന്ന ലൊമീറാണുള്ളത്. റഅ യോജിച്ചു വരുന്നത് ഹുവയുമായിട്ടാണ്. ശരിബു എന്ന് പറഞ്ഞാൽ അവർ കുടിച്ചു. ശരിബു എന്ന ഫിഅലിൽ ഹും എന്ന ലൊമീറാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനോട് യോജിച്ചു വരുന്നത് ഹും എന്ന ലൊമീറാണ്. അടുത്തത് ലഇബു അവർ കളിച്ചു. ലഇബു എന്ന ഫിഅലിൽ ഹും അവർ എന്ന ഒരു ലൊമീർ മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലഇബു എന്ന ഫിഅലിനോട് യോജിച്ചു വരുന്നത് ഹും എന്ന ലൊമീറാണ്. ഇതോടുകൂടി ഫുൾ പ്രവർത്തനങ്ങളും അവസാനിച്ചു. ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.